നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രശ്നം നേരിട്ടാൽ അതിന് ഒരു പ്രതിവിധിയും പരിഹാരവും ഒരു സമാപ്തിയും എത്രയും പെട്ടെന്ന് നടന്നു കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സൺ ട്സുവിനെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. BC 500 യേശുക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ജീവിച്ചിരുന്ന ഒരു ജനറലാണ്. അദ്ദേഹം യുദ്ധം ചെയ്യുന്നതിലും തൻ്റെ സൈന്യത്തെ നയിക്കുന്നതിലും വിദഗ്ധനായിരുന്നു. അദ്ദേഹം തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കുറേ ഏറെ യുദ്ധ പാഠങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച പാഠങ്ങളെല്ലാം കൂടെ ദി ആർട്ട് ഓഫ് വാർ അല്ലെങ്കിൽ യുദ്ധം എന്ന കല എന്നുള്ളൊരു പുസ്തകത്തിൽ, ആ ഒരു കളക്ഷൻസിൽ അദ്ദേഹം അതിനെ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു യുദ്ധം നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ട കാര്യം യുദ്ധം ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യമാണ്. യുദ്ധം ചെയ്യാതെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ആദ്യം നിങ്ങളെ തന്നെ പഠിക്കണം. രണ്ടാമതായി അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ശത്രു എവിടെ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവൻ്റെ കൂടാരത്തിൽ ചെന്ന്, അവൻ്റെ ക്യാമ്പിൽ ചെന്ന് അവനെ കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു തത്വമാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോഴും വലുതും ചെറുതുമായിട്ടുള്ള യുദ്ധങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന പോളിസീസാണ് ദി ആർട്ട് ഓഫ് വാർ എന്നുള്ള പുസ്തകത്തിൻ്റെ ഓരോ ആശയങ്ങളും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ എന്തെങ്കിലും ആക്രമണങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായാൽ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഒരിക്കലും ഈ ദിവസങ്ങളിൽ കാണുന്നില്ല. ഒരു 7 ദിവസത്തെ ഇടവേള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 14 ദിവസത്തെ ഇടവേള. ഈ 14 ദിവസം കൊണ്ട് ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഒന്നാമതായി അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ ആക്രമിച്ചത് ആരാണ്, ആ ശത്രു എവിടെയാണ് ഇരിക്കുന്നത്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആ ശത്രുവിനെ എങ്ങനെ നേരിടാം, ശത്രുവിനെ മാത്രം എങ്ങനെ നേരിടാം, സാധാരണക്കാരുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യാതെ അവരുടെ താവളത്തിൽ ചെന്ന് അവരെ എങ്ങനെ നേരിടാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് ഈ 14 ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അനുദിനം ചെറുതും വലുതുമായിട്ടുള്ള ഓരോ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായി തീരരുത്. ഒരുപക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തുള്ള ഒരു വിദ്വേഷത്തിൻ്റെ പ്രവൃത്തി, ഒരു പക്ഷേ ഒരു വാക്ക്, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന് നേരെ അടിക്കുന്ന ഒരു വലിയ തിരമാല, അതിൻ്റെ മുൻപിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മൗനമായിരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മിണ്ടാതെ ഇരുന്ന് ദൈവം ആരെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് മിണ്ടാതിരുന്നതിന് ശേഷം നാം തന്നെ നമ്മളുടെ യുദ്ധമുറകളെ എടുക്കണം എന്നുള്ളതല്ല, എന്നാൽ നാം മിണ്ടാതെ ഇരുന്ന് ദൈവം ആരെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ യുദ്ധങ്ങൾ ഒരിക്കലും നയിക്കുന്നത് നമ്മളല്ല. നമ്മളെക്കാളും നമ്മുടെ ജീവിതത്തെ അറിയാവുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അറിയാവുന്ന, എങ്ങനെ നമ്മളെ കരകയറ്റണം എന്നറിയാവുന്ന ദൈവം തന്നെ സൈന്യാധിപനായി നമ്മുടെ യുദ്ധം നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ യുദ്ധം മുഴുവനും നമ്മുടെ കർത്താവിന് കൈമാറണം. ദൈവത്തിൻ്റെ ഒരു മറുപടിക്കായി, ഒരു പ്രവൃത്തിക്കായി നിങ്ങൾ കാത്തിരുന്നാൽ പരിപൂർണമായും ആ വിജയത്തെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തന്നെ കൊണ്ടുവച്ചു തരും.